ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മൾ പാം ക്രാഫ്റ്റിൻ്റെ ഒരു ബാക്കപ്പ് ചാനൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാം ക്രാഫ്റ്റ് ഷോർട്സ് ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ക്രാഫ്റ്റിൻ്റെയും അതുപോലെ ബോട്ടിൽ ആർട്സിൻ്റെ ഒക്കെ ഷോർട്ട് വീഡിയോ ആയിരിക്കും കേട്ടോ വരിക. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും അവിടെ വന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാസൺ ജാർ ഡെക്കറേഷൻസ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെസ്കഫെ കോഫി പൗഡറിൻ്റെ ഒരു ബോട്ടിൽസ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ബോട്ടിൽസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം അച്ചാറിൻ്റെ അല്ലെങ്കിൽ ജാമിൻ്റെ ഒക്കെ ഉണ്ടാവുമല്ലോ, മയനൈസിൻ്റെ ഒക്കെ. അപ്പോൾ അങ്ങനത്തെ ബോട്ടിൽസ് ഒക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടൊരു ഡെക്കറേഷൻസ് ആണ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ കുറേ മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരുപാട് ഇരുട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഷെയ്ഡൊക്കെ വന്ന് അത്രക്കൊരു ക്ലിയർ ഒന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യാൻ മടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ റംസാനൊന്നും ആയതുകൊണ്ട് എനിക്കങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ പിന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട്, ഷെയ്ഡൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. ഈ ബോട്ടിൽസ് നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ബോട്ടിൽ ഞാൻ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് അടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ബേസ് കോട്ട് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഇങ്ങനെ എൻ്റെ വീഡിയോ ഇങ്ങനെ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇൻസുലേഷൻ ടേപ്പാണ്. അപ്പോൾ ഇങ്ങനത്തെ ടേപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ മാസ്കിൻ ടേപ്പൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ടേപ്പ് വെച്ചിട്ട് ആദ്യം ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെരിവുകളൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിക്കാൻ നോക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ഭംഗി ഉണ്ടാവാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ മേലെ ഭാഗത്തും പിന്നെ നടുക്കും അങ്ങനെ ഒരു 3 എണ്ണം ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ബോട്ടിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി വലിയ ബോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 എണ്ണമൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ 3 എണ്ണം ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റെഡ് കളർ സ്പ്രേ പെയിൻ്റ് ആണ്. ഇത് ആപ്കൊലൈറ്റിൻ്റെ ഏഷ്യൻ പെയിൻറ്റിൻ്റെ ആണ്. അപ്പോൾ ഈ 150 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്പ്രേ പെയിൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്പോഞ്ചോട്ടൊന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു നമ്മൾ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബോട്ടിലും പിന്നെ നമ്മൾ വേറൊരു ബോട്ടിലുണ്ട് പെയിൻറ്റ് അടിക്കാത്ത, അപ്പോൾ അതിനും നമ്മൾ ബേസ് കോട്ടായിട്ടൊന്ന് ഇങ്ങനെ റെഡ് കളർ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു 2 ബോട്ടിൽ ഞാൻ സ്പ്രേ പെയിൻറ്റ് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 3 ബോട്ടിൽ ഇവിടെ ബേസ് കോട്ടൊക്കെ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആക്രിലിക് പെയിൻ്റ് ആണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 കോട്ട് അടിച്ച് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ആയിരിക്കും നല്ലൊരു കളറൊക്കെ കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കതിൽ നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, ഒരു ടേപ്പ്, അപ്പോൾ അതൊന്നും ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് പറിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം സ്പീഡിൽ പറിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ താഴോട്ടുള്ള റെഡ് കളറും കൂടെ അതിൻ്റെ കൂടെ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ആ ഒരു ടേപ്പിൻ്റെ അറ്റങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ഒരു ബ്ലേഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊക്കി എടുത്തിട്ട് ഇങ്ങനെ പറിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ 3 സ്റ്റിക്കറും ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ റെഡ് കളറൊന്നും ഇങ്ങനെ അതിൻ്റെ കൂടെ ഒന്നും ആവാതെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഓരോ ബോട്ടിലും നമുക്കിങ്ങനെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം. പിന്നെ നമ്മൾ വൈറ്റ് ബേസ് കോട്ട് അടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡ് കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു ടോപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഓൾ ഔട്ടിൻ്റെ ഒരു ടോപ്പാണ്. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നെയിൽ പോളിഷിൻ്റെ ടോപ്പൊക്കെ എടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു പെയിൻറ്റിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിലൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ആ ഒരു ടോപ്പിൻ്റെ അറ്റത്ത് ഇങ്ങനെ വന്നിട്ടുള്ള ഒരു പെയിൻറ്റ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരുമല്ലോ, അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ആ നെയിൽ പോളിഷ് കൊണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ കുറച്ചൊരു വലിയൊരു റൗണ്ട് ഷേപ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അത് മതി കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഓൾ ഔട്ടിൻ്റെ അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചും കൂടെ ചെറിയൊരു റൗണ്ട് ഷേപ്പ് ആയപ്പോൾ അത് മതി എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ആ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് റൗണ്ട് ബോട്ടിലല്ലേ, അപ്പോൾ ഒരു സൈഡിൽ മാത്രമേ വരുള്ളൂ. പിന്നെ നമ്മൾ ഒന്നും കൂടെ പെയിൻറ്റ് ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും കൂടെ ഇങ്ങനെ ചെയ്തെടുത്താൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു റെഡ് കളർ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ആ ഒരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെന്നൊന്നുമില്ല, ഇതുപോലെ ആ ഒരു വൈറ്റിൽ റൗണ്ട് ഇങ്ങനെ റെഡ് കളർ വന്നാൽ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഈ റെഡ് കളർ ചെയ്ത് അത്രക്കൊരു നീറ്റായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ചും കൂടെ നല്ലൊരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെഡ് കളർ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നത്. ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ ബേസ് കോട്ടിലേക്കൊന്നും ആവാതെ നല്ല നീറ്റായിട്ടൊന്നും അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് അല്ല ഒരു വേറെ ഏതെങ്കിലും ഷേപ്പൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഒരു ഹേർട്ട് ഷേപ്പൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഫില്ല് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ടോപ്പൊക്കെ എടുത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു വൈറ്റിൽ റെഡ് കളർ ഡോട്ട് വന്നപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മൾ ആ ഒരു റെഡ് കളർ ബോട്ടിൽ എടുക്കണം. എന്നിട്ട് അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വൈറ്റ് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു സെയിം ഓൾ ഔട്ടിൻ്റെ ആ ഒരു ടോപ്പ് എടുത്തിട്ട് നമ്മൾ വൈറ്റ് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ അങ്ങനെ ഡോട്ട് എല്ലാം ഒരു പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കുകയാണ്.
നമ്മൾ ഈ റെഡിൽ ഇങ്ങനെ വൈറ്റ് വെച്ച് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ചില റൗണ്ട് ഷേപ്പൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയിലാണ് വരുന്നത്. കുറച്ചിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ എല്ലാ ഭാഗത്തും അങ്ങനെ വന്നിട്ടില്ല, ഇടയ്ക്ക് മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ പിന്നെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ക്ലിയർ ആയിട്ട് വരാത്തതുകൊണ്ട് ഞാൻ പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പൊക്കെ ഒന്നിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്യാതെ വൈറ്റിൽ ഇങ്ങനെ റെഡ് കളർ റൗണ്ട് ഷേപ്പ്, അതുപോലെ റെഡിൽ വൈറ്റ് റൗണ്ട് ഷേപ്പ് അങ്ങനെ ചെയ്തെടുത്താലും നല്ല ഭംഗിയുണ്ടാവും. ഞാൻ പിന്നെ ആദ്യമേ ഇതുപോലെ ഇങ്ങനെ ഡോട്ട് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആ ഒരു റെഡ് കളറിൽ വൈറ്റ് ഡോട്ട് വെച്ചപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ നമ്മൾ ആ ഒരു 2 ബോട്ടിലും ഒരുമിച്ച് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നല്ല ക്യൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു 3ാമത്തെ ബോട്ടിലുണ്ടല്ലോ, നമ്മൾ ടേപ്പൊക്കെ ഒടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു ഭംഗിയുണ്ട് ട്രാൻസ്പാരൻ്റ് ആയിട്ടൊക്കെ കാണുന്ന സമയത്ത്. അങ്ങനെ തന്നെ നല്ലൊരു ഭംഗിയാണ് ബോട്ടിലൊക്കെ കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വെക്കുമ്പോൾ അത്രയ്ക്ക് ഒരു അട്രാക്ഷൻ ഇല്ലാത്ത പോലെ തോന്നുക. കാരണം വൈറ്റും റെഡും കോമ്പിനേഷനിൽ ഇതിൽ വൈറ്റ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ ഒരു ടേപ്പ് നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തൊക്കെ വൈറ്റ് വെച്ചിട്ടൊന്നിങ്ങനെ ഫില്ല് ചെയ്യാണ്. നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം അതിൻ്റെ ഒരു റെഡിലേക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ആദ്യം ആ ഒരു ബോർഡറിലൊക്കെ ചെയ്തിട്ട് പിന്നെ നടുക്ക് ഭാഗം അങ്ങനെ നീറ്റായിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മേലെയും പിന്നെ താഴെ മാത്രം ചെയ്യാമെന്ന്, നടുക്ക് ഇങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് ചെയ്യാമെന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഞാൻ വെച്ച് നോക്കിയപ്പോൾ അത്രയ്ക്കൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നിയപ്പോൾ ഞാൻ പിന്നെ ആ ഒരു 3 ഭാഗത്തും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 3 ബോട്ടിൽ ഇവിടെ പെയിൻറ്റ് അടിച്ചിട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വൈറ്റിൽ റെഡ് കളർ ഡോട്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. അതുപോലെ തന്നെ റെഡിൽ വൈറ്റും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പിലൊക്കെ കാണാം അതുപോലെ ഇങ്ങനെ ഡോട്ടൊക്കെ വെച്ചിട്ട് അതുപോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ആ ഒരു ടേപ്പ് ഒട്ടിച്ചിട്ടുള്ളതായാലും നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ടുള്ളത് തന്നെയാണ് ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ അഭിപ്രായം പറയണം. അപ്പോൾ നമ്മൾ ഈ 3 ബോട്ടിൽ ഇനി നമുക്ക് ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ചെറിയൊരു ഡെക്കറേഷൻസ് കൂടെ ഒന്നിങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാനിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജൂട്ട് ത്രെഡ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു, ആ നെക്കിൻ്റെ സൈഡിലൊന്നിങ്ങനെ ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിനൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ നെക്കിൻ്റെ സൈഡിലൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 റോൾ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അത്രയ്ക്കൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നുക. ആ ഒരു റെഡ് ആൻഡ് വൈറ്റിലേക്ക് എനിക്ക് ആ ജൂട്ട് അത്രയ്ക്ക് ചേരാത്ത പോലെ തോന്നാം. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ജൂട്ടിൻ്റെ ത്രെഡൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നെക്കിൻ്റെ സൈഡിൽ കെട്ടി കൊടുത്താൽ മതി. ഞാൻ പിന്നെ കുറച്ചുകൂടെ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ പഴയൊരു ഷോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ സിൽവർ കളർ ഒരു ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നിങ്ങനെ പറിച്ചെടുക്കുകയാണ്. നല്ല തിന്നായിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ലേസാണ് കേട്ടോ. നല്ലൊരു സിൽവർ കളറൊക്കെ ആയിട്ട് നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ക്യാമറയിൽ അത്രയ്ക്കും കാണുന്നില്ല, ഭയങ്കര വെളിച്ചമൊക്കെ ആയതുകൊണ്ടാണ് അത്രയ്ക്ക് ആ ഒരു സിൽവർ കളർ കാണാത്തത്. അപ്പം ഞാൻ അത് വെച്ചിട്ട് ആ ഒരു റെഡ് കളർ ബോട്ടിലൊന്നിങ്ങനെ ചെറുതായിട്ടൊരു ബോ പോലെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു റെഡ് ആൻഡ് വൈറ്റ് ബോട്ടിലും ഇതുപോലെ തന്നെ ആ ഒരു സിൽവറിൻ്റെ ലേസ് വെച്ചിട്ടൊന്നിങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ ഒരു വൈറ്റിൽ ഡോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന റെഡ് ഡോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ സിൽവർ കളർ വെച്ചപ്പോൾ അത്രയ്ക്കൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നാം. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കയ്യിലൊരു ഗോൾഡൻ കളർ ലേസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ടൊന്നിങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 3 ബോട്ടിലും വളരെ സിമ്പിളായിട്ട് തന്നെ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ആ ഒരു റിബണൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ കെട്ടി കൊടുത്തിട്ട് ഇങ്ങനെ 2 സൈഡൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഇതുപോലെ സിൽവറിൻ്റെ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സാറ്റിൻ്റെ റിബണൊക്കെ വെച്ചിട്ട് ചൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ജൂട്ടിൻ്റെ ത്രെഡായാലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഭംഗിയൊക്കെയാണ് കാണാൻ. മാസോൺ ജാറിനൊക്കെ പൊതുവേ ആ ഒരു ജൂട്ടിൻ്റെ ത്രെഡാണ് ഇങ്ങനെ നെക്കിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് നമ്മൾ ഡെക്കറേഷൻസിലൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കിച്ചണിലുള്ള നമ്മൾ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന ബോട്ടിൽസൊക്കെ ഇതുപോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുത്താലും നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ഉണ്ട് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ബോട്ടിൽസ് ഇനിയിപ്പം ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായാലും ഒക്കെ ഇതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് കേട്ടോ ഞാനിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.